വെൽക്കം ബാക്ക് ടു ഭാടി മലൂസ്. വെൽക്കം ബാക്ക് ടു ഭാടി മലൂസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെക്കിനേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് പോകുമ്പോഴോ നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ്, അതായത് ഏകദേശം ഒരു 8ഓളം മെഡിസിൻസ് നമ്മൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ നമ്മുടെ ജേണി കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയത്ത് കടന്ന് ഓടേണ്ടി വരില്ല. സോ അങ്ങനെ കുറച്ച് മെഡിസിൻസിനെ ഒന്ന് പരിചയപ്പെടുത്താനല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷെ എന്നാലും പലരും ഇത് നമ്മുടെ കയ്യിൽ കരുതാറില്ല. ഇങ്ങനത്തെ ഒരു ട്രാവലിനൊക്കെ ഇറങ്ങുമ്പോഴേ പലരും ഇത് അങ്ങനെ ഒരു ഈസി ആയിട്ട് എടുക്കും. പക്ഷേ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവർക്കും ഇത് വരണമെന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു കൂട്ടത്തിലൊരു 10 പേരുടെ ഒരു ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു മെഡിസിൻ ഏതെങ്കിലും ഒരാൾ ക്യാരി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും ആ വയ്യാണ്ട് വന്ന ഒരാൾക്ക്. സോ അങ്ങനെ നമ്മൾ കയ്യിൽ കരുതേണ്ട കുറച്ച് മെഡിസിൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡിസിനാണ് ORS. സോ അത് നമ്മൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായത്. അതിൽ നമ്മൾ ഈ തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ വെള്ളം കുടിക്കൽ ചിലപ്പോൾ പലർക്കും കുറവായിരിക്കും. സോ അതുകൊണ്ട് ORS ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ നല്ല തണുത്ത വെള്ളമായിരിക്കും ഇവിടെ കിട്ടുന്നത്. നമ്മൾ എവിടെയെങ്കിലും ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് എപ്പോഴും വെള്ളം ചൂടാക്കി കുടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിരിക്കില്ല. സോ ആ ORS നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡോളോ 650 ആണ്. നമ്മൾ ചെറിയൊരു പനിയല്ല, ആ ഒരു ട്രക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പനി വന്നാലും നമുക്ക് ആ ട്രക്ക് ചിലപ്പോൾ ഒരു ആകെ അലമ്പാവും. സോ അതുകൊണ്ട് നമ്മളൊരു ഡോളോ 650 നമ്മൾ കൈ കരുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പനി വന്നാലോ അതുപോലെ തന്നെ ഒരു മൈൽഡായിട്ടുള്ളൊരു ബോഡി പെയിൻ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോളോ 650 കൺസ്യൂം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തേർഡ് എന്ന് പറയുന്നത് ഡൈജീനാണ്. അത് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വരുമ്പോൾ ഒരുമാതിരിപ്പെട്ട നല്ലൊരു ശതമാനം ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാതെ വരിക. സോ ഡൈജീൻ എന്ന് പറയുന്ന മെഡിസിൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ട്, അതായത് നമ്മൾ കഴിച്ച ഭക്ഷണം നമുക്ക് ദഹിച്ചില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഈ ഡൈജീൻ എടുത്തു കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഈ AMS സിക്നസ്, അതായത് അക്യൂട്ട് മൗണ്ടൈൻ സിക്നസ് എന്ന് പറയുന്ന ഒരു അതിൻ്റെ സ്റ്റാർട്ടിങ് ആവാനും ചാൻസ് ഉണ്ട് ഈ ഡൈജഷൻ പ്രോപ്പർ ആവാത്തത്. സോ അതുകൊണ്ട് നമ്മുടെ കൂടെ ഒരു ട്രക്ക് ലീഡറോ അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്ട്രക്ടറോ ഗൈഡോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു ഡൈജഷൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് അവരെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. അതൊരു എന്താ പറയുക, അത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ AMS സിക്നസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡൈജീൻ കഴിച്ചാൽ നിൽക്കില്ല. സോ പിന്നെ ഫോർത്തായിട്ട് നമ്മൾ കൈ കരുതേണ്ട കോംബി ഫ്ലെയിമാണ്. കോംബി ഫ്ലെയിമിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഈ ട്രക്കൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴാണ് നമ്മുടെ കാലൊന്ന് തിരിയുക അല്ലെങ്കിൽ മടങ്ങുക, ഒരു നീര് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. സോ അപ്പോൾ നീര് കുറക്കാനും കാലിലങ്ങനെ പെട്ടെന്ന് വരുന്നൊരു മടങ്ങി തിരിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോംബി ഫ്ലെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ അവോമിൻ ആണ്. അവോമിൻ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഷൻ സിക്നസ്, അതായത് ഈ ട്രാവലിങ്ങിലുണ്ടാവുന്ന മോഷൻ സിക്നസ്, ചില ആൾക്കാർ എന്തായാലും ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രക്കിന് നമ്മൾ വരുമ്പോൾ ട്രാവൽ ചെയ്ത് വരുന്നത് ഫുള്ള് ഹെയർ പിൻസ് വഴിയായിരിക്കും. അത് എങ്ങോട്ടാണെങ്കിലും, കാശ്മീർ ആണെങ്കിലും മണാലി ആണെങ്കിലും ഹിമാചൽ പ്രദേശിൽ എവിടെ എങ്ങോട്ട് പോയാലും ഉത്തരാഖണ്ഡ് എങ്ങോട്ട് പോയാലും നമുക്ക് ഈ ഹെയർ പിൻസും കാര്യങ്ങളൊന്നും ഓടിയാൻ പറ്റില്ല. സോ ചില ആൾക്കാർക്ക് ഈ മോഷൻ സിക്നസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് അവോമിനും കയ്യിൽ വെക്കുന്നത് നല്ലത്. അത് ശരിക്കും പറഞ്ഞാൽ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊരു ഹാഫ് ആൻ അവർ മുമ്പായിട്ട് നമ്മളത് കഴിക്കുക. അത് അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഷൻ സിക്നസ് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. പിന്നെ നമ്മൾ കൈ കരുതേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെഡിസിനാണ് ഡയമോക്സിൻ. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ AMS സിക്നസ് വരാതിരിക്കാനായിട്ടുള്ള ഒരു മെഡിസിനാണ് ഡയമോക്സിൻ. AMS സിക്നസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല. വൺസ് ഞാൻ മൗണ്ടനറിങ് കോഴ്സ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം വന്നിട്ട് എൻ്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ ഒരു ബ്ലഡൊക്കെ വരികയൊക്കെ ചെയ്തതാണ്. സോ അതുകൊണ്ട് AMS സിക്നസ് അത്ര നിസ്സാരമായിട്ടൊരു സാധനമല്ല. സോ അതുകൊണ്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുന്ന ആൾക്കാർ ഡയമോക്സിൻ എന്തുകൊണ്ടും കയ്യിൽ വെക്കുന്നത് വളരെ സേഫായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ നമ്മൾ കൈവെക്കേണ്ട ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ അലേഗ്രയാണ്. പക്ഷേ ഈ കാടും മേടൊക്കെ കയറി നടന്നു പോകുമ്പോൾ ഓരോ ഇലകളും മറ്റേതൊക്കെ നമ്മുടെ കയ്യിലും മേത്തൊക്കെ ചിലപ്പോൾ തട്ടി നിന്നിരിക്കും. ചിലപ്പോൾ ചൊറിച്ചിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും അതുകൊണ്ട് ഉണ്ടാകുന്ന അലർജീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അലർജി എന്ന് പറയുമ്പോൾ ഇച്ചിങ്, അതുപോലെ റണ്ണിങ് നോസ്, വാട്ടറി ആയി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനിടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അലേഗ്ര നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ വോളിനിടേക്ക് ഒരു സ്പ്രേ കിട്ടില്ലേ, വോളിനിടേക്ക് ഒരു സ്പ്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ഒരു കൈവേന, കാലുവേന, ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്രേ ഉപയോഗിച്ച്
അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റൻ്റായിട്ടൊരു പെയിൻ റിലീഫ് ഉണ്ടാവും. നമുക്കൊരു എന്താ പറയുക, ഫസ്റ്റ് എയ്ഡ് കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലം വരെയൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് സഹിച്ച് പിടിച്ചൊക്കെ എത്താൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ. സോ ഇതൊക്കെയാണ് നിങ്ങൾ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ കൈ കരുതേണ്ട മെഡിസിൻ. സോ സേഫായിട്ട് ജേണി സ്റ്റാർട്ട് ചെയ്യുക, സേഫായിട്ട് വരിക. ഇവിടെ നമ്മളൊക്കെ ഉണ്ട് മണാലിയിൽ. സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും പെട്ടുപോവുക അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള മെഡിസിൻസ് നമ്മുടെ കൂടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഒരു ചെറിയൊരു പൗച്ചിൻ്റെ അകത്ത് കൊള്ളാവുന്ന സാധനങ്ങളുള്ളതൊക്കെ. അതുകൊണ്ട് എന്തായാലും ഈ സാധനങ്ങളൊക്കെ കയ്യിൽ കരുതുക. മെയിനായിട്ട് ഇനിയിപ്പോൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ഹിമാചലിലും എല്ലാ സ്ഥലങ്ങളിലും വിൻ്ററൊക്കെയാണ്. സോ അതുകൊണ്ട് നല്ല പോലെയുള്ള ക്ലോത്തിങ്ങും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് ഈ മെഡിസിൻസൊക്കെ കയ്യിൽ വെച്ച് സേഫായിട്ട് ട്രാവൽ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സൈനിങ് ഓഫ്. ബൈ.